ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗോപകുമാർ കോയിക്കുമടത്തിൽ. ജുബിലേഴ്സ് എപ്പിസോഡിൻ്റെ 44ാമത് എപ്പിസോഡായ രാവിലേക്ക് എല്ലാവർക്കും ആദരമായി സ്വാഗതം. അതേപോലെ നമ്മുടെ ഇന്നലത്തെ പുലർക്കാല രാവിൽ എന്താ പറയുക, ദിവസവും എത്തുന്നവരെ നമ്മുടെ ഒരു കുടുംബ ഫ്രണ്ടായിട്ടോ ഫാമിലി ഫ്രണ്ടായിട്ടോ അതേപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമോ ഒക്കെ ആയി മാറി, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായ ഫേസ്ബുക്കും അതേപോലെ ലൈവ് പ്രോഗ്രാമുകളും അതേപോലെ നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ്. അതേപോലെ ഇന്നെല്ലാവരും ജോലിക്കാര്യങ്ങൾക്കും അതേപോലെ അവരവരുടെ വീട്ടുകാര്യങ്ങളുടെയും ഒക്കെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോ കാര്യങ്ങൾക്ക് ജോലി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോകുന്ന തിടുക്കത്തിലും ഒക്കെ ആയിരിക്കും. എങ്കിലും എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെപ്പോലെയൊക്കെ ഉള്ളവർ ഇതേപോലെ ലൈവ് പ്രോഗ്രാമുകൾ വീക്ഷിക്കുകയും അതേപോലെ അതിൻ്റെ പ്രോഗ്രാമുകളുടെ ഒരുപാട് ന്യൂസ് ചാനലുകളും അതേപോലെ ഫേസ്ബുക്ക് വൈലുകളും അതേപോലെ ലൈവ് പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ടെങ്കിലും എന്നെ പോലെയുള്ള അതേപോലെ എന്നെ പോലെയുള്ള അതേപോലെ എനിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ടൈമുകളൊക്കെ സ്പെൻഡ് ചെയ്യുകയും എൻ്റെ പ്രോഗ്രാമുകളൊക്കെ കാണുകയും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകളും അതേപോലെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ ചെയ്യുന്ന നിങ്ങളെ പോലെയുള്ളവർക്ക് വേണ്ടിയും കൂടെ ഈ പ്രോഗ്രാം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇത് വീക്ഷിക്കുകയും ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയുന്നവർക്കൊക്കെ തന്നെ ഇതേപോലെ ലൈക്കിങ് കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ലാസ്റ്റ് നമ്മുടെ എപ്പിസോഡ് കംപ്ലീറ്റ് ആവുന്ന ടൈമിന് അതിൻ്റെ ട്രോഫി അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഗിഫ്റ്റുകളും അതേപോലെ തന്നെ പ്രോത്സാഹന സമ്മാനങ്ങളായിട്ടാണ് ഓരോ ലാപ്ടോപ്പുകൾ അതേപോലെ തന്നെ ക്യാമറകൾ അതേപോലെ വീഡിയോ ഒരുപാട് പ്രസൻറ്റേഷനുകൾ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഇതിനെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിലയേറിയ ചിന്തകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തന്നെ ഇതേപോലെ കമൻറ്റുകൾ എടുക്കുകയൊക്കെ വേണം. അതേപോലെ തന്നെ ഈ പരിപാടി ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ ഒരു അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം. അതേപോലെ തന്നെ എഴുതുകയും ഇമെയിൽ അയക്കുകയൊക്കെ ചെയ്യണം. അതേപോലെ ഇന്നത്തെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒക്കെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇന്നത്തെ പോലൊരു പുലർകളെ നമ്മൾ ഒരു കണക്കൂട്ടൽ കാര്യങ്ങളാണ് ഇതുവരെ നമ്മുടെ ചിന്ത രീതികളിൽ ഓരോ സ്വപ്നങ്ങളിലൂടെയോ അല്ലെ ചിന്തകളിലൂടെയോ ആത്മബന്ധങ്ങളിലൂടെയോ ആത്മാക്കളിലൂടെയോ ഒന്നും പ്രതിപാദിക്കുന്ന രീതികളിലോ ഒന്നും വന്നെത്തിയിട്ടില്ല. എങ്കിലും നമ്മൾ സ്വന്തം പ്രതീക്ഷകളിൽ സ്വന്തം ബുദ്ധികൾ കൊണ്ടോ അല്ലെ സ്വന്തം അറിവുകൾ കൊണ്ടോ ബ്രെയിനുകൾ കൊണ്ടോ ഉള്ള ഒരു സാങ്കേതിക ഒരു കണക്കൂട്ടൽ ഒരു സ്വപ്ന ചിന്തകൾ പോലെ അല്ലെങ്കിൽ ഒരു വേറിട്ട സ്വപ്നങ്ങൾ പോലെയോ അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കുകയോ അല്ലെങ്കിൽ എഴുതി വായിച്ച് പഠിക്കുകയോ ഒന്നും ചെയ്യുക. സ്വന്തമായിട്ടുള്ള ബ്രെയിനുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ബന്ധങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റേ സ്റ്റോൺ എന്ന് പറയുന്നതല്ലേ ഹൃദയങ്ങളിലൂടെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളും അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളും ബ്രെയിനുകളും അല്ലെങ്കിൽ കണക്കൂട്ടലും ഒക്കെ തന്നെ കണക്ക് കൂട്ടിക്കൊണ്ട് വരുന്ന ഒരു കണക്കുകൂട്ടലുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രോഗ്രാം ആയതിൻ്റെ പേര് ഇതിനെപ്പോലെ ഇങ്ങനെയൊക്കെയുള്ള ഈ ജൂലിയേഴ്സിൻ്റെ എപ്പിസോഡ് 46ാമത്തെ എപ്പിസോഡുകൾ അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകൾ ആയതുകൊണ്ടാണ് അതിൻ്റെ ഒരു കണക്കുകൂട്ടൽ ഒരു ചിന്ത സ്വപ്നങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് പറയുക. പക്ഷേ അത് ലൈക്കുകളും കമൻറ്റുകളും ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ പോലെ നമ്മുടെ പ്രതീക്ഷ സ്വപ്നങ്ങളെ പോലെ നമ്മുടെ ജീവിതങ്ങൾ മുമ്പോട്ട് കടന്നു പോകുന്ന ഓരോ ദിവസവും നമ്മുടെ സ്വപ്ന പദ്ധതികളും സ്വപ്ന ജൂലിയേഴ്സിൻ്റെ അല്ലെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഫണ്ടുകൾ കണ്ടെത്താനും അതേപോലെ തന്നെ സ്വപ്നങ്ങൾ നടക്കാനും അതേപോലെ നമ്മുടെ പ്രതീക്ഷകൾ നടക്കാനും ഒക്കെ തന്നെ അതേപോലെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറയുന്നത് പോലെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പോലെ നമ്മുടെ അടുത്ത ഇലക്ഷനുകളൊക്കെ വരാൻ പോവുകയാണ്. ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് മുമ്പോട്ട് പോവുകയാണ്. തിരഞ്ഞെടുപ്പ് മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത ഭരണാധികാരികൾ മാറുകയും അടുത്ത ഭരണാധികാരികൾ മാറിക്കഴിഞ്ഞതിന് ശേഷം വരും കാലങ്ങളിൽ ഇനി നമുക്കൊക്കെ എന്ത് ഗുണമുണ്ടാവും, അടുത്ത ജനങ്ങൾ അതേപോലെ ഇന്ത്യയിൽ ജനിക്കുന്നവർ അതേപോലെ കേരളീയരായ നമുക്കൊക്കെ ഇനി എന്ത് ഗുണമുണ്ടാവും, നമ്മുടെ ഇലക്ഷൻ വോട്ടുകൾ അവകാശങ്ങൾ ഇതൊക്കെ വോട്ടുകൾ ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾ, വോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏത് പാർട്ടി ജയിക്കും ഏത് പാർട്ടി ഭരണത്തിൽ വരും അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പിന്നെ മുമ്പോട്ടുള്ളത്. അതേപോലെ ഒരു മോർണിംഗ് പ്രോഗ്രാം എന്ന രീതിയിൽ അതേപോലെ ഒരു രാവിലത്തെ ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ ലൈവ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ഈഗിലായിട്ടുള്ള പിന്നെ നമ്മളൊരു എന്ന് പറയണ്ടല്ലോ ഒരു ലൈവ് പ്രോഗ്രാമിന് ഒരു വീഡിയോ പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10 ലൈക്ക് കാരണം നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ കണക്കൂട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു
ഒരു ദിവസവും ഒരു പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുക, ഓരോ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ സ്വപ്ന കാര്യങ്ങൾ പറയുക. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പിന്നെ ബാക്കിയുള്ള ജീവിത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ, നമ്മുടെ സംസാരിക്കാനുള്ളത് എഴുതി തയ്യാറാക്കി പഠിച്ചതുപോലെ, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളോ വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇന്നത്തെ ചിന്താ വിഷയങ്ങളോ കാര്യങ്ങളോ, അത് നമ്മൾ ഒരു ന്യൂസ് പോലെ അല്ലെങ്കിൽ ന്യൂസിൻ്റെ ഒരു പ്രത്യേക ആശകൾ പോലെ നമ്മൾ അതിനെ എഴുതി തയ്യാറാക്കി തന്നെ നമ്മൾ പ്രത്യേകിച്ച് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് ഇന്നത്തെ കാര്യം, ഇന്ന് രാജ്യത്ത്, ഇന്ന് നാട്ടിൽ, അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് ഇന്നതൊക്കെ നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നാളെ നടക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ കല്യാണമായാലും, അല്ലെങ്കിൽ പാർട്ടി പ്രോഗ്രാമുകളായാലും, അതല്ലെങ്കിൽ പിന്നെ എക്സ്ക്ലൂസീവ് എന്തെങ്കിലും കിട്ടുവാണെങ്കിലും, അല്ലാതെ അതൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിപ്പോൾ നമ്മുടെ ചിന്തകളും സ്വപ്നങ്ങളും എന്ന് പറയുന്ന ചിന്തനീയം, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മുടെ തന്നെ ഹൃദയങ്ങളോട് നമ്മൾ തന്നെ ഇപ്പോൾ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും, ഇനി എന്തെങ്കിലും നടക്കാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വപ്നങ്ങൾ നടക്കാനുണ്ടോ, ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഹൃദയങ്ങൾക്ക് വേണ്ടിയിട്ട് വല്ലതും ചെയ്യാനുണ്ടോ, അതുപോലെ നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് വല്ലതും ചെയ്യാനുണ്ടോ, അതല്ലെങ്കിൽ ദ്രോഹം മാത്രം ചെയ്യാനുണ്ടോ? കാരണം ഇന്നത്തെ പോലെ തന്നെ നമ്മൾ പറഞ്ഞ എന്താ പറയുക, ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഇത് ഈ സ്വപ്ന ചിന്തയുടെ കാര്യങ്ങൾ പോലെ ബാക്കിയുള്ള ഓരോ പ്രതീക്ഷകളും, ഓരോ മനുഷ്യൻ്റെ കാര്യങ്ങളും നടക്കാൻ പോകുന്ന ചിന്തയും സ്വപ്നങ്ങളുടെയും കാര്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇനി ഇന്നലത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലറിഞ്ഞ് ഇനിയിപ്പോൾ ലൈവ് പ്രോഗ്രാമുകളൊന്നും ഉണ്ടാവില്ല, ചാനലൊക്കെ കട്ടായി പോയിട്ടുണ്ടാവും പ്രതീക്ഷിച്ചോടെ. ഇന്ന് വരെ ഇതും കൊണ്ട് വരികയൊന്നുമില്ല, ഇത് കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു ആശയങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത് എങ്ങനെ സാധിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സോട് ചിന്തിക്കുക. കാരണം നമ്മുടെ മനോചിന്തകളില്ലേ, ഇന്ന് വന്നല്ലോ, ഇന്ന് വന്നിട്ട് ഫേസ്ബുക്കിൻ്റെ ലൈവിൽ ഇരിപ്പുണ്ടല്ലോ, വന്നിട്ട് ഇത് സംസാരിക്കുന്നല്ലോ എന്നുള്ള ഓരോ കാര്യങ്ങൾ പറയുമോ? ഇന്നിപ്പം വേറെ ആർക്കും ഒന്നും പറയാനില്ലാത്ത സ്റ്റാലിന് വെക്കുമെന്ന് തോന്നുന്നു. സ്റ്റാലിനോട് ഈ പ്രോഗ്രാം വച്ചത് ഇത് കണ്ടതിന് വന്നിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്നിട്ട് എന്നെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എന്താ ആസാക്കാനായിരിക്കും. അതായത് ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകൾ പലരും വീക്ഷിക്കുന്നത് പലരോടും പറഞ്ഞിട്ട്, പല പ്രോഗ്രാമുകളും പറഞ്ഞിട്ട്, നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഗുണമുണ്ടാക്കാനാണെങ്കിൽ എന്തായാലും നന്നാവട്ടെ എന്നുള്ള, എന്തായാലും വേറെ രീതിയിൽ എന്തെങ്കിലും രീതിയിൽ അവർക്ക് ഗുണമുണ്ടെങ്കിലോ, അല്ല എന്നെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഗുണമുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ, പറയുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ നടക്കട്ടെ. എന്തായാലും നമ്മൾ പറയുന്നില്ല, എന്തായാലും ആത്മഹൃദയ ബന്ധങ്ങൾ, അല്ലെങ്കിൽ ആത്മബന്ധങ്ങൾ, എന്തായാലും നമ്മളിവിടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിൻ്റെ പേര് ആ ഒരു ലൈവ് പ്രോഗ്രാം ഇങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. കാരണം നമ്മൾ പ്രത്യേകിച്ച് പറയുന്നില്ല, കാണുന്നില്ല എന്ന് ഹൃദയങ്ങളല്ലേ, അതുകൊണ്ട് കാണുന്നില്ല എന്ന് പറയുന്നില്ല, എന്തായാലും കാണുന്നു, എല്ലാവരും അറിയണം. അതേപോലെ തന്നെ സ്വപ്നങ്ങളാണ്, പ്രതീക്ഷകളാണ്, വരും കാലങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ, വരും പ്രതീക്ഷകളുടെ പുതിയൊരു ലോകത്തിൻ്റെ, അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ്റെ, അല്ലെങ്കിൽ ഒരു സിറ്റി, അല്ലെങ്കിൽ സിറ്റികൾ പോലെ, അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരെന്തതുപോലെ. കാരണം എന്താ ഒരു സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു നാടിനെക്കുറിച്ച്, ഒരു രാജ്യത്തെക്കുറിച്ച്, ഒരു ഭരണാധികാരികളെക്കുറിച്ച്, അല്ലെ ഓരോ സ്വപ്നങ്ങളെക്കുറിച്ച് എൻ്റെ ഒരു വീക്ഷണം പോകും. എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഫയലിൻ്റെ ഒരു പ്രത്യാശകൾ. ചിലപ്പോൾ ചില പ്രോഗ്രാമുകൾ നന്നാവാം, ചില പ്രോഗ്രാമുകൾ നന്നാവാതിരിക്കാം, ചില അഭിപ്രായങ്ങൾ, ചില വീഡിയോകൾ മോശമായിരിക്കാം, ചില വീഡിയോകൾ മോശമല്ലായിരിക്കാം. എങ്കിലും നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് പ്രോഗ്രാമുകൾ ചെയ്യുന്നു. ചില പ്രോഗ്രാമുകൾ ചേഞ്ച് ആക്കട്ടെ. എന്നാലും ജൂബിലിയേഴ്സ് ഇങ്ങനെ തന്നെ കൊണ്ടെത്തിക്കുകയും പ്രോഗ്രാമുകൾ ലൈവ് അതിൻ്റെ ഒരു പ്രതീക്ഷകൾ, വിലയിരുത്തലുകൾ എത്തിയും, പിന്നെ വരും കാലങ്ങളിലേക്കുള്ള നമ്മളുടെ വരുമാനങ്ങൾ കണ്ടെത്തിയും, ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള വരുമാനങ്ങൾ കണ്ടെത്തി, പിന്നെ തുടർന്ന് നല്ല നല്ല പ്രോഗ്രാമുകളോട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുക എന്നുള്ള ഒരു കണക്കൂട്ടലാണ് ഈ ഫേസ്ബുക്ക് ഫയലിൽ കൂടെ, ഗോപകുമാർ കൃഷ്ണൻ എന്ന ഈ ഫേസ്ബുക്ക് ഫയലിൽ കൂടെ ഞാൻ നടത്തുന്ന ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് എന്നുള്ള പ്രതീക്ഷ, ന്യൂ ജനറേഷൻ എന്നുള്ള ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷകളോടുമാണ് ഇത് നടത്തുന്നത്. അത് ചിന്തകൾ മാത്രമേ ആയിട്ടുള്ളൂ. ചിന്ത എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വപ്നങ്ങളെ, അതിൻ്റെ പ്രാബല്യങ്ങളെ, വിലയിരുത്തലുകളെ നമുക്ക് കണക്കൂട്ടലായിട്ടാണെന്നെ ആലോചിച്ചിട്ടേ ഉള്ളൂ. കാരണം ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഉള്ളൂ. അന്നേരം ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രോഗ്രാമിലേക്ക്, അടുത്ത കാര്യങ്ങൾക്കുള്ള എന്തോന്നുകൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ചിന്താഗതികളെ ആലോചിക്കാം. അതേപോലെ ഇത് ഇപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് വെക്കുന്നതേ ഉള്ളൂ. കാരണം നമ്മുടെ ആശയങ്ങളും, പക്ഷേ ഇനി മറ്റു പല ജാതിയോ മതങ്ങളോ സംസ്ഥാനങ്ങളോ ഭാഷകളോ ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ വരാം. അതേപോലെ ഈ ഓരോ കാര്യങ്ങളുണ്ടാകും. എങ്കിൽ നമ്മുടെ ഹൃദയങ്ങളും, നമ്മുടെ കാര്യങ്ങളും, നമ്മുടെ സ്വപ്നങ്ങളും നമ്മൾ പറഞ്ഞു വെക്കുന്നു. ഇത് വെച്ചാൽ അടുത്ത കാലങ്ങളിൽ വേറെ എന്തല്ല എങ്കിലും ഈ ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അറ്റൈൻ ദ വേ എന്ന് പറഞ്ഞ ജനറേഷനിലും, മറ്റുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഹൃദയങ്ങളുമായിട്ടുള്ള ഹാർട്ടിലും, മറ്റുള്ള ബ്രെയിനുകളെയോ, ചിന്തകളെയോ, വിഷമങ്ങളെയോ, ദ്രോഹങ്ങളെയോ ഒക്കെ ഉണ്ടാക്കാം. അതിലൊന്നും നിങ്ങളാരും വിഷമിച്ച് നിങ്ങളുടെ ഒന്നും ഹൃദയങ്ങൾ തകർക്കാതിരിക്കേണ്ട. അങ്ങനെയൊക്കെയുള്ള ഓരോ എന്തെന്നോട് പറയും. അതറിയാത്തവരെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ളതാണ്. എങ്കിൽ സ്വപ്നം എന്തുമായിട്ട് വന്ന ചിന്തകളായിട്ടെന്ന് പറയുന്നത് നമ്മുടെ രീതിയിലും നമ്മുടെ സ്വഭാവത്തിനും ഒക്കെ നമ്മൾ പറയുന്ന ഒരു
കാലഘട്ടത്തിൻ്റെ അല്ല ഒരു കഴിഞ്ഞു പോയ കാലഘട്ടങ്ങൾ, ഇനി വരാനുള്ള കാലഘട്ടങ്ങൾ, ഇനി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ ബുദ്ധി വളർച്ച അല്ലെങ്കിൽ ബ്രെയിൻ വളർച്ച, നമ്മുടെ സ്വപ്ന വളർച്ച ഇതൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഫേസ്ബുക്ക് ഫയലിൻ്റെ മറ്റുള്ള ഓരോ കാര്യങ്ങൾ, കേസുകളും കാര്യങ്ങളും ഇതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. മറ്റുള്ള മനുഷ്യർക്ക് ഇതിനുള്ള നിയമത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊന്നുമില്ല. പക്ഷേ അവരുടെയൊക്കെ രാജ്യങ്ങളാണ് അവരുടെ ചിന്ത ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യങ്ങൾ ലാസ്റ്റ് നമ്മളോടെ ചെന്നിട്ട് നമ്മളിവിടെ ജീവിച്ചിരുന്നു, നമ്മളിവിടെ ജീവിക്കുന്നു എന്ന് നമുക്കും പറയാൻ പറ്റും. അറിയില്ലേ, നമ്മളിത് നമ്മുടെ കണക്കൂട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ ചിന്തയും സ്വപ്നങ്ങളും അന്ന് ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഇവരുടെയൊക്കെ സ്വപ്നം ചിന്തയും രോഗങ്ങളുമായി മാറുന്നു എന്നുള്ള ഒരു പ്രത്യാശയുള്ളൂ. അത് എന്താ വെച്ചാൽ ആരുടേതാണെന്ന് വെച്ചാൽ ജനങ്ങളുടെയാണ്, മനുഷ്യന്മാരുടെ. അതെങ്ങനെ ജീവിക്കാം, എങ്ങനെയും ജീവിക്കാം എന്നുള്ള മനുഷ്യന്മാരുടെ. പക്ഷെ നമുക്ക് എങ്ങനെയും ജീവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളും ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികളും മുമ്പോട്ട് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ടവർക്കൊന്നും മുമ്പോട്ട് ഉള്ള മറ്റുള്ള കണക്കൂട്ടോ ഇനി ന്യൂ ജനറേഷൻ ആയാലും സിറ്റികളാവുന്നെങ്കിലും അല്ലെ സിറ്റികളാവുന്നില്ലെങ്കിലും വളർച്ചയുടെ കാലങ്ങൾ അല്ലെ വളർച്ചയുടെ കാലഘട്ടങ്ങൾ കേരളത്തിൽ, ഇന്ത്യയിലും അതേപോലെ തമിഴ്നാട് പോലെയും മഹാരാഷ്ട്രയും ഗോവയും കർണാടകവും ഒക്കെ ഫുള്ള് ഇന്ത്യ എന്നുദ്ദേശിക്കുന്നതും മലയാളത്തിൽ ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. മലയാളം കേരളം എന്നുള്ള ഒരു രീതിയിലും എനിക്ക് പറയേണ്ടി വരുന്നു. ബാക്കിയുള്ള പോലെ തമിഴൊക്കെ தெரியாതൊന്നുമില്ല. പിന്നെ തമിഴ് പേശണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് പേശിയിട്ട് എടുക്കണം. പിന്നെ ഇത് ഫാൻസ് ഇപ്പോൾ കേരളത്തിൽ എടുക്കുക, അതുകൊണ്ട് ഫാൻസ് கிடையாது. ഫാൻസ് கிடைക്കണമെങ്കിൽ ലൈക്ക് ഇട്ട് ഷെയർ கிடைക്കണമെങ്കിൽ അത് ജാസ്തി. ഇനിയും തമിഴ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലയാളം തന്നെ തമിഴ് എല്ലാം പറയുന്നത് പോലെ ഒരു ലൈക്ക് കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടോ നമുക്ക് ഇതേപോലെ ഉള്ള പ്രോഗ്രാം മലയാളം കേരളത്തിൽ ഇതേപോലുള്ള പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ പേരിൽ നമുക്ക് കിട്ടണം. അതേപോലെ എനിക്കുള്ള റീജൻ അല്ലെങ്കിൽ ഒരു ഗോത്രം അല്ലെങ്കിൽ ആചാരം അല്ലെങ്കിൽ ഇന്ത്യയിലെ റിലേഷൻ അല്ലെങ്കിൽ റീജൻ എന്നുള്ള രീതിയിലുള്ള ലൈക്കുകളും കമൻറ്റുകളും ഷെയറുകളും സപ്പോർട്ടുകളും ഫ്രണ്ട്ഷിപ്പുകളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിൻ്റെ പേജിൽ നമുക്കുള്ളത്. അത് നമ്മുടെ പ്രതീക്ഷകളാണ്. കാരണം ഇത് ചെറിയ ബാല്യകാലം തൊട്ട് ഒരു കുളന്തയായിരിക്കും എന്നിട്ട് അത് വളർന്ന് അത് വളർന്ന് പാത്ത് പോയിട്ട് അതിൻ്റെ വിഷമങ്ങൾ എഴുതുന്നതായിട്ട് ഒരു വളർന്ന കാലഘട്ടങ്ങളിൽ എല്ലാ ഭാഷയും തോന്നും ചെറിയ പിന്നെ తెలుగు కూడా తెలుసు. తెలుగు ఏదన్నా తెలిసి చెప్తుంది ಏನಲ್ಲ ಅದು ಅರ್ಥ ಆಯ್ತದೆ ಮತ್ತೆ ಹೇಳ್ತದೆ. ಹೇಳಿಲ್ಲ ಅನ್ನೋ ಗೊತ್ತಾಗ್ತದೆ. ಇನ್ನು ಬರ್ತಿಲ್ಲ ಕನ್ನಡ ಕೂಡ ಬರ್ತದೆ. ಹೇಳಿಲ್ಲ ಹೇಳ್ತದೆ. ಯಾವಾಗ ಕನ್ನಡ ಬರ್ತಿಲ್ಲ ಹೇಳ್ತದೆ. ಹೇಳಿಲ್ಲ ಎಲ್ಲ ನೋಡಿದೆ. ಕನ್ನಡದ ಮೊತ್ತವು ಅರ್ಥ ಆಗುತ್ತೆ ಎಂತ ಕಷ್ಟವಾಗದಂತ ಹೇಳ್ತೀನಿ. ಆಮೇಲೆ ಹೇಳಿಲ್ಲ. हिंदी से अच्छा से हिंदी भी चलते, हिंदी भी बात करने से बात करने वाले लोग से बात करते रहते थे, मजा आई. मगर हिंदी से भी बोलने में हमको कभी तक नहीं, पहले से बचपन से हिंदी से मेरे को बहुत इंडिया वाला हिंदी का कोई है. हमको हिंदी नहीं आते बोले तो कितना है अच्छा नहीं लगते. मगर फिर भी इधर दुनिया में है चल के फिरते रहते सब लोग हिंदी सीखने का या सीखे ओके हो गया. बाद में हमको भी तकलीफ नहीं रहते. मगर सब लोग को हिंदी आते थे, हिंदी भी बात करते रहते तो हम लोग ही इंडियन वाला होते. इसके बाद हम इंडिया से अंदर से 14 स्टेट में भी केरल में भी कर्नाटक में बचपन में पूरा फिर के बाप माँ के साथ नहीं है तो दोस्तों ने बस पूरा फिर की काम करने की मेहनत करके आने वाला है. उसके लिए हमको ये पूरा दुनिया को इस कैसे भी थोड़ी पहचानेंगे. मगर ऐसी प्रॉब्लम ज़्यादा करके करने वाले वी आर यूपी था. उसके लिए ये प्रोग्राम ऐसा करते. केरला से इतना मुश्किल नहीं है. सब ओपन प्लेस में ऐसा करके छोटा बहुत मतलब ब्लॉगर्स होते बोलेगा तो बहुत डिफरेंट एक्टिविटीज़ कर रहा था. उसके बाद क्या होता है तो फिर तो समुद्र का नहीं तो बीच का टूरिज्म का ऐसा काम तो ज़्यादा करके रहता था. मगर तो लोकल लोगों में ऐसा ही काम ज़्यादा होता है. वो देख के मैं बोल रहा था कैसा लाइव होता तो मेरा कोई होता है. फिर भी ज़्यादा करके क्या बोलने में फिर भी हम बोल के रहता है कैसा वैसा बात है. फिर भी तुम लोग को ये प्रोग्राम अच्छे लग रहा है बोलेगा तो कभी कभी अच्छा लगते हैं, कभी अच्छा नहीं लगते. फिर भी तुम लोगों को इज्जत कैसा है, मन कैसा लगते हैं मेरे ऊपर के. मगर मैं तो अगर नहीं अभी तो ये फेसबुक गोकुमार कृष्णा के फैल में मैं तो है ऑनर भी. अगर तुम लोग भी बाद में तो है कोई ज्वाइन करने वाला भी कॉपी करने वाला ही है. फिर भी वो लोगों को बोल के थक गया. फिर भी नौकरी वो है बोल के बोलने वाला भी है. मगर बोलते रहने दो. मगर क्या करने की कैसा ही फायदा एक ही है. अभी नौकरी है तो भी ओनर भी है तो भी हम लोगों को फायदा क्या है एक हिसाब भी. अभी तो जमींदारी हो तो हम जमींदारी हमारे ही मत खुद के. मगर मतलब क्या जो वो तो बोलना पड़ेगा.
सब मिलके तो जो इनमें फेसबुक बोलेगा तो मन होता है, कोई एक आदमी को विदा करने में खाना पीना होना बोलेगा तो आपको होना चाहिए। फिर भी तमिल वालों को भी हिंदी आते है, हिंदी सबको आते है, इसके लिए तो मुश्किल नहीं है। तमिलनाडु वाले को तमिल बोल के रहने का बोलेगा तो बस तुम लोगों को मजा आज के एक दिन के तो कोई को होता होगा, मगर हम लोग को 2 दिन पर होना पड़ेगा। बस बड़ा होने वाले लोग को भी हिंदी तो सीखना पड़ेगा, तो इंडिया तक आना पड़ेगा, मगर हम लोग इंडिया में इसके लिए हम लोगों को हिंदी सीखना पड़ेगा। तो फिर भी मतलब अलग ही लैंग्वेज है बोलेगा तो अलग अलग लैंग्वेज भी अभी तो थोड़ा फर्क है। हमारे घर में बहुत दिन से उधर नहीं आ रहे, उसके लिए हम तुम्हें मन चेंज हो गया वो भी नहीं होता। तो हमारा हम तो एक दिन हो गया, हम बच्चा पैदा हो गया, बड़ा होते बाप लोग को सोच के फिर हम लोग बड़ा होते हम लोगों को मन की तो कभी चेंज होने वाला है। फिर खाने के ऊपर कुछ फर्क होते बोलेगा तो भी मन तो प्यार तो अगर किसी किसी के प्यार कर दिया वो तो चेंज नहीं होने वाला है। फिर भी हमारा गाना सुनने में गाना की वजह से भी है, फिर भी भूल गया नहीं। हमने सोच नया था, रोके रोके रहते, हम लोग रोके रोके सोच की फिर भी रोके रहने वाला है। फिर भी कब हमारा रोना बंद कर गया, किसके ऊपर, किसी के ऊपर, घर के ऊपर, हमारा परिवार के ऊपर, नहीं तो बच्चों लोगों के ऊपर, नहीं है तो किसके ऊपर रोके रोके अभी फिर भी रोके रोके मन के वजह से, दिल के वजह से नहीं, जो प्यार से बच के होने के लिए एक दिल मिलने का वो दिल में हो गया, वो तो सोच के बात नहीं है। पहले से ही बचपन से आने वाले ये नाम बोल के किसके बेटा किसके किधर के, अगर रोके रोके नहीं के हमारा दिल मिल गया हो रहे थे, हमने सोच नहीं आता रोके रोके रहे थे। तो भी क्या बोला अलग अलग आत्मी से रोके रोके क्या बोल के കരഞ്ഞുകൊണ്ടിരുന്നു കണ്ണുനീർ തുള്ളികൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്ക് കരയാൻ വേണ്ടിയെങ്കിലും ഒരു ഹൃദയം കിട്ടി, എനിക്ക് കരയാൻ വേണ്ടി മാത്രം ആ ഹൃദയം എന്ന് പറയുന്നത് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ. പിന്നെ ചിന്തിക്കാത്ത നിലകൾ വേറെ ഒരുപാടെന്തെന്ന് പോലെയാണ് നമ്മുടെ കവിതകളും കാര്യങ്ങളും സങ്കല്പങ്ങളും പ്രതീക്ഷകളും ഒക്കെ തന്നെയാണ്. എങ്കിലും പിന്നെ നമ്മുടെ അറിവുകളും കണക്കുകൂട്ടലും ഒക്കെ നമ്മൾ വളർച്ചയുടെയും വളർന്ന കാലഘട്ടങ്ങളുടെയൊക്കെയാണ്. പിന്നെ ഇന്നത്തെ ഈ കഥ പറഞ്ഞ പോലെ ഓരോ ഓരോ ആറ്റിറ്റ്യൂഡ് ഓരോ മനുഷ്യൻ്റെ പ്രത്യേകതയും സ്വഭാവങ്ങളും അല്ലെ അറിവിനെയും കണക്കൂട്ടലിനെയൊക്കെ അത് കണക്കൂട്ടി തിരിച്ചു വെക്കുന്നത്. പിന്നെ ബാക്കിയൊക്കെ ബ്രെയിനോട് ടെക്നോളജി ബിസിനസ്സുകളും അല്ല ജീവിതശൈലികളും ജോലികളും ഒക്കെ വേറെ രീതിയിലിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ലൈവ് പ്രോഗ്രാമുകൾ നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകൾ ചെയ്താൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും അല്ലെ എങ്ങനെ കണക്ക് കൂട്ടാം എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് നമ്മുടെ ഒരു ജീവിതശൈലികൾ. കാരണം നമ്മൾ വലിയ ഒരു പ്രാക്ടീസൊക്കെ ഉള്ള ഒരു ന്യൂസോ ഒരു ബ്ലോഗറോ അല്ല തുടക്കക്കാർ ആദ്യം ചെയ്യുന്ന പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് പോലെ ഒരു വർഷം കൊണ്ടുള്ള ഫേസ്ബുക്ക് ലൈവാണ്. അന്നേരം ഒരു ജേർണലിസ്റ്റ് ഒരു ജേർണലോളജി, കാരണം നമുക്കതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റോൺ ഹാർട്ടുകളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹകരണങ്ങളോ അല്ലെ നമ്മുടെ ഹൃദയങ്ങളുമായിട്ട് കണക്കൂട്ടി ഒരു അതുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഒരു അറിവുകൾ ഉള്ള ഒരു കണക്കൂട്ടിലൂടെ ഒക്കെ നമ്മുടെ പ്രോഗ്രാമുകളോ അല്ലെ ചിന്തയിലോ സ്വപ്നങ്ങളോ ഒക്കെ കൊണ്ടുവന്നിട്ട് അത് നമ്മുടെ ഹൃദയങ്ങളെ സ്നേഹിക്കുന്ന അല്ല അഭിപ്രായങ്ങളായാലും നമ്മൾ പറയുന്ന കണക്കൂട്ടൽ ഞാൻ പറയുന്ന എന്നെ പോലുള്ളവർ ഞാൻ പറയുന്നൊരു കണക്കൂട്ടൽ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന മറ്റുള്ളവരുടെ കണക്കൂട്ടൽ അവിടെ നശിപ്പിക്കാനോ വളർത്താനോ ചിന്തിക്കാനോ ദ്രോഹിക്കാനോ അല്ലെ വളരാനോ ഒക്കെ ആയിരിക്കാം. എങ്കിലും ഈ രാവിലെ ഇന്നത്തെ ഈ ഒരു രാവ് എന്നുള്ള ജുബിലീസ് ഹൈന്ദവ എന്നുള്ള എൻ്റെ ഒരു സ്വപ്ന ചിന്തകൾക്കാണ് കൂടെ തന്നെ ന്യൂ ജനറേഷൻ പുതിയ വരും കാലങ്ങളിലേക്കുള്ള ഒരു ന്യൂ ജനറേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമുകൾ ആയതിൻ്റെ പേര് ഈ ന്യൂ ജനറേഷൻ എന്നുള്ള എപ്പിസോഡ് വരവ് എന്നുള്ള ഒരു അതേപോലെ സ്വപ്ന ചിന്താഗതികളുടെ നമ്മുടെ നല്ല നവനവ ഹൃദയങ്ങൾ അതേപോലെ സ്വപ്ന ചിന്തകളിലൂടെ നമ്മുടെ പ്രതീക്ഷകളുടെ രാവുകൾ സ്റ്റോൺ എന്ന് പറയുന്നത് പോലെ ബ്ലാക്ക് സ്റ്റോണുകളെ ഉത്ഭവിക്കണം. കാരണം ദൈവങ്ങളായി മാറിയാൽ ബ്ലാക്ക് സ്റ്റോണുകളാകും. ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഹൃദയങ്ങളും മനസ്സുകളും ഹാർട്ടുകളും ഏകദേശം കാരുണ്യം ചാരിറ്റിയിലേക്കായി മാറി എന്നുള്ള സ്വപ്നങ്ങളുമാണ്. അന്നേരം അവിടെ ആരായിരിക്കും അവിടുത്തെ രാജാവാൻ വേണ്ടി ജനങ്ങൾക്ക് പ്രതിദാനം ചെയ്തുകൊണ്ട് രാജ്യത്തെ രാജാക്കന്മാരോ അല്ലെങ്കിൽ രാജ്ഞിമാരോ ഒന്നുമില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ അതിന് ഭരണകൂടം ദിവാന്റെ മറ്റു ഭരണങ്ങളും പറഞ്ഞു കഴിഞ്ഞൊരു രാഷ്ട്രീയ ഭരണങ്ങളാകുമ്പോൾ രാഷ്ട്രീയ ഭരണങ്ങളായി മാറിക്കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തെ മതേതരത്വ ജനാധിപത്യത്തിൽ വരുന്ന പ്രതിനിധികമായിട്ട് മാറിക്കഴിയുമ്പോൾ അവിടുത്തെ രാജാവായി മാറുന്ന മറ്റുള്ള അവസ്ഥയിൽപ്പെട്ട സമൂഹം അതിൻ്റെയൊക്കെ അവകാശങ്ങളിലും അടിസ്ഥാനങ്ങളിലും വളർച്ചയിലും ചെന്നെത്തുന്ന
കണക്കൂട്ടിൻ്റെയൊക്കെ നേതാക്കന്മാർ രാജാക്കന്മാർ ആയി മാറുന്ന നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെ പോലെയുള്ളവർ ഒക്കെ നമ്മുടെ ഇതൊക്കെ വീക്ഷിക്കുന്നു. ഒരു കറുത്ത രാജ്യത്ത് കറുത്ത നാടകളണിഞ്ഞ കറുത്ത കുമാരന്മാർ എന്ന സ്വപ്നങ്ങൾ മാത്രമേ ഇന്നും പൂവണിയാനെന്ന് പറയുന്നവരെ നമ്മുടെ ഹൃദയങ്ങളിൽ പിന്നെയും പിന്നെയും വരുന്ന സ്വപ്നങ്ങളാണ്. എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ തന്നെ ഉദിച്ച ഓരോ പാട്ടുകളിൽ പോലെ അല്ലെ ഓരോരോ കവിതകളിൽ പോലെ തന്നെ ഒരു കുടമുല്ലപ്പൂ ഒരു കുടമുല്ലപ്പൂ പോൽ അരികിലിരിക്കേ എന്ന് പറയുന്നത് എന്തോന്നാണ് ഓരോ സ്വപ്നങ്ങൾ ഓരോ ആൾക്കാരുടെ പ്രതീക്ഷകളുടെ സ്വപ്നങ്ങൾ പോലെയാണ് ഈ ഫേസ്ബുക്ക് ലൈവുകൾ ഇതേപോലുള്ള പ്രോഗ്രാമുകളെ വീക്ഷിക്കാനും അതേപോലെ അജണ്ടകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രോഗ്രാമുകളിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ കാണാനും വീക്ഷിക്കാനും കണക്ക് കൂട്ടാനും ഒക്കെയുള്ള ഒരു ലൈക്കുകൾ അല്ലെങ്കിൽ കമൻറ്റുകളോ ഷെയറുകളോ ഒന്നും തന്നില്ലെങ്കിൽ എന്താണ് പ്രത്യേകത ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതാണോ പ്രോഗ്രാം അല്ല ഇങ്ങനെയാണോ പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. അതായത് നമ്മൾ നമ്മുടെ അവസ്ഥയെക്കുറിച്ചും കണക്കൂട്ടലും പറഞ്ഞ് കാരണം ഇതിനെപ്പോലെ ഈ ഫേസ്ബുക്കിലെയൊക്കെ ആക്ട് പോസ്റ്റ് ചെയ്തും കട്ടും മോഷ്ടിച്ചും തിന്നുന്ന ചാരിറ്റിന്നും പുറത്തൊക്കെ തിന്നുന്ന കുറേ ജനബോധപ്പെട്ട ആൾക്കാരുണ്ട്. കാരണം അവരെയൊന്നും എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല. കാരണം ഇതേപോലെയൊക്കെയുള്ള നല്ല നല്ല മനുഷ്യന്മാരെ സ്നേഹിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ബ്രെയിനുകളെ മുറകളുടെ പടം ലാഭങ്ങളിൻ്റെയൊക്കെ വരുമാനങ്ങളിൻ്റെയൊക്കെ അപ്പയും നമ്മുടെ ഗിഫ്റ്റ് നമ്മുടെ കോട്ടുപോരാടും നമ്മുടെ എന്നാൽ നമ്മുടെ ഇതൊരു തുടങ്ങുന്ന കാലത്ത് നമ്മളെ വളർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ വളർത്തിയെടുക്കാൻ മറ്റുള്ള എഡ്യൂക്കേഷനിലെ കുറവുകളോ അല്ലെങ്കിൽ ജാതി വളർച്ച അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ സാമ്പത്തിക വളർത്തി നമ്മുടെ കുഞ്ഞുങ്ങളായിട്ടോ അല്ലെ നമ്മുടെ പ്രതീക്ഷകളെ വളർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി വളർത്തിയെടുക്കുന്ന ഓരോ മനുഷ്യന്മാരായിട്ട് എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ എടുത്തുകൊണ്ടുവരുമ്പോൾ നമ്മൾ വളർന്നു എന്ന് കഴിയുമ്പോൾ നമ്മളെ അവിടെ ആഹ്തി ചെയ്തുകൊണ്ട് മറ്റൊരു ഹൃദയങ്ങളെ പോർട്ട് ചെയ്തിട്ട് വളർത്താൻ പോകുന്നു. എന്നിട്ട് നമ്മുടെ പണങ്ങളും കടിച്ചു മാറ്റിയിട്ട് നമ്മൾ ദ്രോഹിക്കുന്ന ഓരോ മനുഷ്യ വിഭാഗങ്ങളെ അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായാലും അല്ലാതെ ഉദ്യോഗസ്ഥരല്ലാത്തവരെ സാധാരണക്കാർ നമ്മളോരോ ചാരിറ്റിക്ക് ചെയ്യും. ഒരുപാട് ചാരിറ്റികളുണ്ട്. അവരുടെയൊക്കെ ചാരിറ്റികൾ കണ്ടു കഴിഞ്ഞ് കാരണം എനിക്കൊരു അവസരം വരുമ്പോൾ ഞാൻ ഈ ചാരിറ്റി ഇതേപോലെ തന്നെ പറയാൻ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഞാൻ ഈ തുടങ്ങി വെച്ച കാര്യങ്ങളെന്ന് എൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ബാക്കിയുള്ളവരോട് പറഞ്ഞ് അതേപോലെ ഈ കാണുന്ന ഈ ലൈവിൽ ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തോന്നും കാരണം ഇവർ ഹൃദയങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. ഹൃദയങ്ങളെ ഉണ്ടാക്കിയിട്ട് അവർക്ക് ജീവിക്കാനാണ് പറയുന്നത്. ഇങ്ങനെ ജീവിക്കും. എനിക്കും ഹൃദയമുണ്ട്. ഹൃദയം ഉണ്ടാക്കുന്നത് ഞാൻ ഇത് തന്നെ പറഞ്ഞിട്ട് ഹൃദയം ഉണ്ടാക്കിയിട്ട് ഞാനന്ന് അവർ ചോദിക്കുന്നുണ്ട്. അവർ നല്ല ഫ്രീ ആയിട്ട് നല്ല കൂളായിട്ട് അവരെ സ്നേഹിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ ഞാൻ ചെന്നെത്തിപ്പെടുന്നത് നല്ല സ്നേഹത്തോടാണ്. ആ സ്നേഹം എന്നെക്കൊണ്ട് ഒക്കുന്ന രീതിയിലുള്ള സഹായങ്ങൾ എടുക്കാം എന്നാണ് ഞാൻ അവരോടും പറയാം. അവർ ചെന്നിട്ട് അവരെ വെട്ടിക്കാനോ ഒന്നും ഞാൻ പറയുന്നില്ല. അത് എന്താണ് നഷ്ടപ്പെടുന്നത് അല്ലെ അവർക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും അല്ലെ അവർക്ക് അറിവിലോട്ട് എത്തിക്കാനുള്ള എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളും ചിന്തകളും നമ്മൾ ചെയ്യുക. ബാക്കിയുള്ളവരെ പോലെ അല്ല. ബാക്കിയുള്ള ഓരോ ചാരിറ്റികൾ ചെയ്യാറുണ്ട്. ഇവരുടെയൊക്കെ ചാരിറ്റിക്കാണ് നമ്മൾ പോണ അവരുടെയൊക്കെ ഓരോ കാര്യങ്ങളും കണക്കുകളും പറഞ്ഞ് ഓരോ കഥകളും ഓരോ എന്തിനും നടന്നാൽ നമുക്ക് എന്താ കിട്ടുമോ? അല്ലാതെ ഇതിനൊന്നും ഇല്ലാതെ ചാരിറ്റികൾക്കൊന്നും ഇല്ലാതെ പണ്ട് കണ്ടെത്തുന്ന ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്ക് ഓരോ ഗുണങ്ങൾ ഉണ്ടാവുന്നില്ലേ? ഓരോ ഗുണങ്ങളുണ്ടായി ഓരോ കാര്യങ്ങൾ കഴിയുന്നില്ലേ? അന്നേരം നമ്മളോരോ കാര്യങ്ങൾ കണക്കൂട്ടലും ചിന്തകളും വെച്ചുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളും കാര്യങ്ങൾ കാരണം നമ്മുടെ ഹൃദയത്തെ നമ്മളിരിക്കുന്ന അകത്തിരിക്കുന്ന ആത്മാവിന് നമ്മുടെ സ്നേഹമുള്ള സേവനം അതിനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇറങ്ങുന്നത്. കാരണം നമ്മളെ ദ്രോഹിക്കുന്ന മറ്റുള്ള വഴക്കുള്ള കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെ പറയുന്നില്ല. ഈ എപ്പിസോഡ് എന്നൊക്കെ പറയുന്നത് കാരണം നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് ഇനി വരും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ കമൻ്റായിട്ട് ചെയ്യാം. എന്നുവെച്ചാൽ ഈ ഒരു ജുബിലീസിൻ്റെ എപ്പിസോഡ് ഈ ചാറ്റിക്ക് വേണ്ടിയിട്ടുള്ളത് ഇങ്ങനെ തന്നെ സ്നേഹവും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അറിവുകളും സാധാരണക്കാരുടെ മനസ്സിനെ ഏകോപിപ്പിക്കാം. വിഷമങ്ങൾ കണ്ട് ബുദ്ധിമുട്ടിയുള്ള സമയത്ത് ഇവരുടെ വളർച്ചകളും തകർച്ചകളും മറ്റു പലരും ചത്തുപോകാതിരിക്കുക ചെയ്ത് വന്ന് ഭവിച്ച സമയത്ത് അവരുടെ മനസ്സിന് നമ്മൾ ഞാനാണ് എന്നുള്ളൊരു ശക്തിയിലെത്തിച്ചു. അതേപോലെ ഇപ്പോൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ബ്രെയിന് ബുദ്ധിമുട്ടുകൾക്കും തകരാറുകൾ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇവരായിട്ട് മുമ്പോട്ട് പോകുന്നില്ല. അന്നേരം ഇനിയും വരുന്ന കാലങ്ങളിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ എത്തണം എന്നുള്ള ഈ ജുബിലേസിൻ്റെ എപ്പിസോഡ് അതിൻ്റെ തുടക്ക രീതി ഇതിൽ വന്നെത്തും നല്ലത് നല്ല എന്തായാലും എന്നെക്കൊണ്ടൊക്കെ നല്ല രീതിയിൽ നമ്മൾ എടുക്കുകയും ചെയ്യും എന്നുള്ള ഒരു കാര്യം നമുക്ക് പറയാനുള്ളൂ. അതേപോലെ തന്നെ എന്താ പറയുക ഇനി വരും കാലങ്ങളിലേക്ക് ചാരിറ്റി എന്നുള്ള സന്ദേശങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾ എന്നുള്ളത് അല്ലെങ്കിൽ എൻ്റെ ആ ചിന്തകൾ എന്നുള്ള ചിന്ത നാളെ വരും കാലങ്ങളിൽ ഇപ്പോഴല്ലെങ്കിൽ ഈ ജുബിലീസൊക്കെ കഴിഞ്ഞ് പോയിട്ട് കുറേ കാലം കഴിയുമ്പോൾ ഇതേപോലെ വീഡിയോ ഷൂട്ടുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതായിട്ട് ഞാനിങ്ങനെ പറയുന്ന രീതി പറയുന്ന സ്വപ്നങ്ങൾ എന്നാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാവും. കാരണം എനിക്കൊക്കെ എൻ്റെ ഒരു കണക്കൂട്ടൽ ബുദ്ധി ഒരു കണക്കൂട്ടൽ കൊണ്ട് അങ്ങനെ വന്നെത്തിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതേപോലെ ഇതേപോലെ എൻ്റെ ഫേസ്ബുക്കിൽ ചാനൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഈ ലാപ്ടോപ്പുകളൊക്കെ ആക്കി ചെയ്യുകയും പോട്ട് ചെയ്യുകയും കണക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് സെൻഡ് ആവാത്തത് എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ മാനേജ്മെൻറ്റിൽ എൻ്റെ വർക്ക് എൻ്റെ ബ്രെയിനും എൻ്റെ ഡാറ്റയും
അത് കൊടുക്കണ അത് പാസ് ഓഡിയൻസിന് എന്ന് പറയുന്നത് ഓഡിയൻസിന് എഴുതി വെച്ചേക്കും നമ്മുടെ ചാനലുകൾ അവരുടെ ചാനൽ അവരുടെ പ്രോഗ്രാം അവരവർക്ക് നമ്മുടെ പ്രോഗ്രാം അവരുടെ ആ കേസ് അവരവരുടെ ഡ്രസ്സ് വെച്ച് അവരവർ അതിൻ്റെ പെർഫോമൻസിൽ അത് വേറെ എഡ്യൂക്കേഷൻപരമായിട്ടും ബുദ്ധിപരമായിട്ടായാലും ആഹാരപരമായിട്ടായാലും കണക്കൂട്ടൽപരമായിട്ടായാലും ജാതിപരമായിട്ടായാലും അത് ഉണ്ടാവും ഓരോ രീതിയിൽ ഓരോ സൗണ്ടുകൾ വ്യത്യാസങ്ങൾ രൂപം ഒക്കെ വന്ന് ഭവിക്കുന്ന ആക്സിഡൻറ്റുകളോ അല്ലെങ്കിൽ വന്ന് ഭവിക്കുന്ന രൂപവും മാറ്റങ്ങളോ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മനസ്സ് ഹൃദയങ്ങൾ അങ്ങനെ ഒരു ഹൃദയം അങ്ങനെ രൂപം വേണം എന്ന് ചിന്തിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള രൂപത്തിലും ഇങ്ങനെയൊക്കെയുള്ള ചിന്തയിലും ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാം ചെയ്യുന്നത്. കാരണം ഇവരെ അതിജീവനമാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ അതിജീവിക്കുക എന്നുള്ളതാണ്, ജീവിക്കുക എന്നുള്ളത്. അത് ഞാൻ ഈ പ്രോഗ്രാം ഇതേ പറയുന്നെങ്കിൽ ഇതിൻ്റെ ദിവസവും ആഹാരം കഴിക്കുന്നു, എല്ലാം കഴിക്കുന്നു, എല്ലാവരും കഴിക്കുന്നുണ്ട്. എങ്കിലും അതിൽ കൂടെ നമുക്ക് എന്താണെന്നുള്ള ചിന്തയിലെങ്കിലും വരും കാലങ്ങളിൽ ജാതിരോഗം വന്നാലോ ജാതിപരമായിട്ടാലോ മറ്റുള്ള രോഗം വന്നാലും നമുക്ക് പിടിച്ച് നിൽക്കണം, നിലയിൽ നിൽക്കണം എന്നുള്ള ചിന്ത ഒരു കാഴ്ചപ്പാടെ എനിക്ക് കുട്ടിയുണ്ടായി. അത്രയും മാത്രമേ ഈ കാര്യങ്ങളുള്ളൂ. പിന്നെ ഇതേപോലെ രാഷ്ട്രീയ ഭാവി, അതേപോലെ രാഷ്ട്രീയ രീതി, രാഷ്ട്രീയ ചിന്താഗതികൾ എല്ലാം ഒരു പൂത്തുലയുന്ന മനോസ്വപ്നമുള്ള ന്യൂ ജനറേഷനോടുള്ള ഒരു ന്യൂ ജനറേഷനിൽ വരുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പാർട്ടികളിൽ ഉത്ഭവിക്കുമ്പോഴുള്ള ഒരു അനുഭവജ്ഞാനം. കാരണം എൻ്റെ ഹൃദയത്തിൽ ആരെങ്കിലും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ പൂജ്യം എന്നോട് ചെയ്യുമ്പോൾ ഒരു രാഷ്ട്രീയക്കാർ ഒരു പൊളിറ്റിക്സ് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നിലെത്തിക്കുമ്പോൾ ആ ടെക്നോളജി കൊണ്ട് മുമ്പോട്ട് പോയാൽ അവിടെ രോഗങ്ങൾ വരുന്നില്ല എങ്കിൽ നിങ്ങൾ മുമ്പോട്ട് വിജയങ്ങൾ ഭാവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നല്ല ആശയങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ ഉടലെടുക്കും എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം നമ്മുടെ ചിന്തകൾ എന്നുള്ള പ്രോഗ്രാമുകളിൽ വരുന്ന ഷോട്ടുകൾ നമ്മൾ പറഞ്ഞു വന്ന വരികളിൽ എവിടെയെങ്കിലും വ്യത്യാസം വന്നിട്ട് പിന്നൊരു എന്തോന്നായിട്ട് വേറെ രീതിയിൽ പോകുന്ന അതിനെ വിമർശിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ഹൃദയങ്ങളും മറ്റുള്ള ആർട്ടുകളിലോട്ടുള്ള കണക്ഷനെ കുറിച്ച് ഉള്ള ഒരു കണക്കൂട്ടിൽ നമ്മൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഓരോ കാര്യങ്ങൾ ഒരു ലൈവ് പ്രോഗ്രാം ഓരോ ഇവൻറ്റ് ഓരോ കമ്മ്യൂണിക്കേഷൻ, അതായത് ഫേസ്ബുക്ക് എൻ്റെതാണ് അല്ലെങ്കിൽ യൂട്യൂബ് എൻ്റെതാണ് അല്ലെങ്കിൽ എൻ്റെതായി അല്ലെങ്കിൽ ഫേസ്ബുക്ക് എൻ്റെതാണ് അല്ലെങ്കിൽ എൻ്റെ ഫയലാണ്. കാരണം അതിനൊരു ബഡ്ജറ്റായി ഒരു കണക്കൂട്ടായി അതിപ്പോൾ എൻ്റെ കയ്യിലാണ്, ഞാൻ അതിൻ്റെ ഓണറായി മാറുകയാണെങ്കിൽ എൻ്റെ അടുത്ത് അതിൻ്റെ വരുമാനം എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പറയേണ്ട നിങ്ങൾക്ക് പണം തന്ന് സഹായിക്കാനായാലും എടുക്കാനായാലും ഓരോ ഈവൻറ്റുകളും കണക്കൂട്ടൽ മാത്രം അതിൻ്റെ ഒരു കണക്കൂട്ടലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളിലാണ്. ഇത് ഓരോ പ്രോഗ്രാമുകൾ ചെയ്ത് നമ്മുടെ വളർച്ചയും ഒരു എഡ്യൂക്കേഷൻ ബാഡ്ജ് എന്ന് പറയുന്ന രീതിയിലാണ് ഞാനിതിനെ കണക്കൂട്ടിട്ട് നിങ്ങളിൽ എത്തിക്കുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും അനുഭവങ്ങളും വരും കാലങ്ങളിൽ രാജ്യത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളുമാണ്. അതേപോലെ വിമർശനങ്ങളും പ്രതീക്ഷകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വന്ന് ഭവിച്ചേക്കാം. എന്നാലും നമ്മുടെ വിമർശനങ്ങളിൽ നിയമപ്രകാരം പറയുന്ന ഒന്നോ രണ്ടോ സിവിൽ ഷൂട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാണ്ടൊന്നും ഇരിക്കുന്നില്ല. എങ്കിലും ഈ പറയുന്ന ഇപ്പോൾ ഇതൊന്നൊരു മീറ്റ് വെരിഫൈഡ് ആവുന്നത് അതിനെയൊക്കെ കുറഞ്ഞ് ഇങ്ങനെയുള്ളൊരു നിയമങ്ങളൊന്നും കാണുന്നില്ല. എങ്കിലും സെക്സ് പിക്ചറുകൾ അതേപോലെ സെക്സ് വർക്ക് ഉള്ള പിക്ചറുകൾ ഒരുപാട് രീതിയിലുള്ള ലിംഗപരമായിട്ടുള്ള സെക്സ് വർക്കുകൾ മാത്രം കാണുന്ന രീതിയിലുള്ള മേഖലയിലുള്ള വിലക്കുള്ളൂ. ബാക്കി ഒരു കാര്യം കാരണവശാൽ വിമർശനങ്ങൾക്കോ അത് വൈറലുകളാവുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കേസ് നടപടി സ്വീകരിക്കുന്നതിനോ ഒന്നും ഇപ്പോൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും വിദ്യയുടെ നിയമങ്ങളിലോ ഒന്നും പറയുന്നില്ല. അത് കേസ് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അതെടുക്കുന്ന കേസ് അതിൻ്റെ നിയമം അനുസരിച്ചുള്ള കേസ് എടുത്തു കഴിഞ്ഞാൽ ആ കേസ് പറയേണ്ടി വരും. അത് ചാനൽ പറയേണ്ട കേസുകളെല്ലാം ചാനൽ പറയേണ്ടി വരും. നമ്മളാ പറയേണ്ടത് വരുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ ചാനലെന്ന് പറയാനേ പറ്റും. ചാനൽ പറയേണ്ടി വരും. ഞാൻ പറയേണ്ട സ്വന്തമായിട്ടുള്ളതാണെങ്കിൽ അത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഇഷ്യൂവിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണം. പിന്നെ ചാനലുകളിൽ റദ്ദാക്കി കട്ടായി പോവുകയോ നിലവിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനോ പറ്റാത്ത ഇങ്ങനെ പറയുന്ന ഈ സിവിൽ സൂട്ട് പോലുള്ള ഏറ്റവും കുറഞ്ഞ്, കാരണം സ്വന്തമായിട്ട് ആരെങ്കിലും തല്ലിക്കൊള്ളുന്ന സ്വന്തമായിട്ട് എടുക്കുകയോ അതേപോലെ നഗ്നതയാക്കുകയോ അതേപോലെ നഗ്ന വീഡിയോകൾ സ്വന്തമായിട്ട് പിടിക്കുകയോ ചെയ്താൽ മാത്രമേ അത് ഈ ചാനലിൽ കൂടെ നമ്മൾ മറ്റുള്ളവരുടെ അല്ല നമ്മുടേത് സ്വന്തമായിട്ടുള്ള രീതി അത് കണ്ടെത്തുക എന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് അത് പണം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച് ചെയ്യുന്ന വർക്കുകളാണെങ്കിൽ മാത്രമേ അതിന് മുൻഗണനയുള്ളൂ. അതിൻ്റെയാണ് സ്റ്റോൺ നമ്മൾ ഇട്ടേക്കുന്നത്. നമ്മുടെ ഹൃദയമായിട്ട് നമ്മുടെ കണക്കായിട്ട് ഇട്ടിരിക്കുന്ന ഒരുപാട് സ്റ്റോണുകൾ ഇട്ട കൂട്ടത്തിലെല്ലാം എല്ലാം അവരോട് തന്നെ ഇടുന്നത്. നമ്മളിടുന്ന സ്റ്റോണുകൾ അത് കൊള്ളാവുന്നതിനും കൊള്ളത്തിലും വളർത്തിയെടുക്കേണ്ടത് നല്ലതാണോ നല്ല അനുഭവങ്ങളാണ്. നമ്മുടെ സ്റ്റോണുകൾ നല്ലതാണ്. നമ്മളിടുന്നതെല്ലാം ഹൃദയങ്ങളിടുന്നത് നമ്മുടെ സ്വപ്നങ്ങൾ അത് ജാതിയും മതമോ വിനോദനാധിപത്യമൊക്കെയാണ് നമ്മളിടുന്നത്. അതിൻ്റെ കണക്കുകൾ എഡ്യൂക്കേഷൻ ഇല്ലായ്മയൊന്നുമില്ല. നമ്മുടെ ഡാറ്റകൾ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഐശ്വര്യം നമ്മുടെ വൃത്തി നമ്മുടെ റീജിയനാണ്, നമ്മുടെ ഇന്ത്യയാണ്. അതിൽ കുറഞ്ഞ നമ്മുടെ ജാതി നമ്മുടെ ഭാഷയാണ്, അതായത് നമ്മുടെ സ്വപ്നങ്ങളാണ്, ചിന്തകളാണ്. അതാണ് നമ്മുടെ രീതി. കാരണം നമുക്ക് വളരണമല്ല, നമുക്കും ജീവിക്കണം, എല്ലാവർക്കും ജീവിക്കണം, എല്ലാവരെയും വളർത്തിയെടുക്കണം. അതിനുവേണ്ടി നമ്മളെന്ത് ചെയ്യുക, നല്ല നല്ല ആശയങ്ങൾ നമ്മുടെ ഉള്ള സഹായങ്ങളും സഹകരണം സന്തോഷങ്ങളും എല്ലാം അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവെച്ച് സ്നേഹങ്ങളുമാണ്. അവിടെ സെക്സ്പരമായിട്ടൊന്നും നമ്മൾ കണക്കും. ഇവിടെ എല്ലാം സെക്സാണ്. അതാണ് നമ്മളിപ്പോൾ ഉള്ളൊരു വളരെ നമ്മുടെ ബ്രെയിനും നമ്മുടെ ഹൃദയങ്ങളിലും തകർന്നു പോകുന്നത്. നമുക്ക് അതിനും കൂടെ വേണ്ടിയിട്ടാണ് ചാരിറ്റികളെ ഞാൻ നിഗമിച്ച് ഒരു സ്വതന്ത്രമായിട്ടുള്ള ചാരിറ്റിയാണ് എൻ്റെ ചിന്തകൾ തന്നെ അന്ന് പറഞ്ഞതുപോലെ തന്നെ അവിടെ
ഭക്ഷണങ്ങൾക്ക് തന്നെ വേറെ വ്യത്യാസമുണ്ട്. അതേപോലെ ആഹാരങ്ങളും മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളും എല്ലാം തന്നെ അതിനകത്ത് കണക്കൂട്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഓരോ സ്വപ്ന കാര്യങ്ങളിലാണ് നമ്മളതിൻ്റെ കണക്കൂട്ടലായിട്ട് വന്നേക്കുന്നത്. അതേപോലെ മന്ത്രങ്ങളായാലും പൂജയായാലും സ്വപ്നങ്ങളെ ശക്തി ഉണ്ടാവുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളായാലും ചിന്തകളൊക്കെ. അതേപോലെ നമ്മൾ പറഞ്ഞിരുന്ന് ഒരുപാട് ടൈം പോവുകയാണ്. നമ്മുടെ ലൈവ് പ്രോഗ്രാമുകളിൽ നമ്മുടെ മൊബൈൽ ഷൂട്ടുകളും വീഡിയോകളും ഒക്കെ ചെയ്യുന്ന ഒരു ഷൂട്ടുകളും പ്രോഗ്രാമുകളും ഒക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, അതിൻ്റെ ഡാറ്റകളും ഒക്കെ നമ്മുടെ വരുമാനങ്ങൾ കൊണ്ടുള്ള ഡാറ്റകളും അതേപോലെ തന്നെ ബാറ്ററി ചാർജുകളും ഒക്കെ പ്രോഗ്രാമുകളെ ബാധിച്ചേക്കാം. അതെന്തോന്നും പറയുന്നത് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന ടൈമുകൾ എടുക്കേണ്ട പ്രോഗ്രാമുകളും പറയേണ്ട അറിവുകളും മറ്റുള്ളവർക്ക് ജോലി കാര്യങ്ങളും അതേപോലെ വീക്ഷിക്കാനിരിക്കും മറ്റുള്ള കണക്കുകളും മറ്റുള്ള സ്വപ്നങ്ങളും മറ്റുള്ള പ്രതീക്ഷകളെയൊക്കെ അവരെ ആരും വേദനിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ഒന്നും ചെയ്യാതെ വരും കാര്യങ്ങളിലേക്കുള്ള കണക്കൂട്ടലും ചിന്തകളുമായിട്ട് സ്വപ്നങ്ങളാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങളും ചാരിറ്റികളും ഉണ്ടെങ്കിൽ അതേപോലെ ലൈവായിട്ട് വരണം. അതേപോലെ എനിക്കും ആനുകൂല്യങ്ങൾ കിട്ടും, മറ്റുള്ളവർക്കും ആനുകൂല്യങ്ങൾ കിട്ടുന്ന രീതിയിൽ ഒരു സ്വതന്ത്ര രാജ്യത്ത് ഉള്ള സഹായങ്ങൾ എല്ലാവർക്കും കിട്ടുമല്ലോ. അവിടെയും ജനങ്ങൾ മറ്റുള്ളതുപോലെ പഴയതുപോലുള്ള ചാരിറ്റികളൊന്നും ഇപ്പോൾ നിലവിൽ ഇനി ഉണ്ടാവില്ല. എങ്കിലും സാധാരണപ്പെട്ടവരെ കാരണം നമ്മുടെ ആയുസ്സും ശക്തിയൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതാണ്. കാരണം നമ്മൾ കണ്ടെത്തേണ്ട നമ്മുടെ ആരോഗ്യങ്ങൾ നമ്മുടെ ആരോഗ്യസ്ഥിതി ശക്തിയൊക്കെ കണ്ടെത്തേണ്ട രീതിക്ക് വേണ്ടി നമ്മൾ ശക്തി ഉണ്ടാക്കാൻ തുടങ്ങുന്ന കണക്കൂട്ടലിൽ നമ്മുടെ ശക്തിയില്ലായ്മ വരുകയാണ് ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് അനുഭവപ്പെടുക. അല്ലെങ്കിൽ നമ്മുടെ പ്രത്യക്ഷമായിട്ട് മറ്റുള്ളവരെ നമ്മൾ സഹായിക്കാൻ പറ്റുന്ന 1000 500 കൊണ്ട് സഹായമല്ല, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ജീവിതം നിലനിർത്താൻ വേണ്ടി വരുന്ന അവസ്ഥകളെ അനുഭവങ്ങൾ നമ്മൾ കണ്ടുപഠിച്ച ഒരു വിഷമ സാഹചര്യങ്ങളിലൂടെ ആണ് ഇതേപോലെയുള്ള ചാരിറ്റികൾ ചെയ്യണം എന്ന് എനിക്ക് തോന്നുകയും ചിന്തകൾ ഉത്ഭവിച്ചതും ചിന്തകൾ. അതേപോലെ ബിസിനസ്സുകളും മറ്റുള്ള മതങ്ങളും രാജ്യങ്ങളും ഒക്കെ ഗവൺമെൻറ് പദ്ധതികളുമായിട്ട് അന്യോന്യം പോലെ ഗോത്രവിഭാഗത്തിൽപ്പെട്ടതും ആചാരപ്രകാരങ്ങളും സ്വന്തമായിട്ടുള്ള വസ്തുവകകൾ പണങ്ങൾ പല രീതിയിലും മിസ്സായിപ്പോയി. അത് ജനങ്ങൾക്ക് പോലും ഗുണം കിട്ടാതെ പോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു കണക്കോട്ടുകൂടെ വസ്തുവകകൾ പൈസ ഉള്ളവരുടെ ടാക്സുകളും ഒക്കെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം കയ്യിലില്ലാതെ ഒരു പ്രവർത്തനങ്ങൾക്കും ചെയ്യാതെ ഓരോ വരുമാനങ്ങൾ സാമ്പത്തികാസ്തികളുള്ളത് ഇതേപോലുള്ള പ്രവർത്തനങ്ങൾക്ക് ചെയ്താൽ അത് നിങ്ങൾക്ക് ഗുണമുണ്ടാകും എന്നുള്ള ചിന്താഗതി എന്നിലുണ്ട്. അത് മറ്റുള്ള മനുഷ്യരിലും ഞാൻ എത്തിച്ചു. അത് ആത്മാക്കളെ പോലെ ഹൃദയങ്ങളെ പോലെ എത്തിച്ചു എന്നുള്ള ഒരു സന്ദേശം മാത്രം എൻ്റെ മനസ്സിലുള്ളൂ. അതും മനസ്സിലുള്ളവരുടെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടും കണക്കൂട്ടൽ കൂട്ടിക്കൊണ്ട് അവിടെയും വലിയ എഡ്യൂക്കേഷനോ കഥയൊക്കെ ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ പറയാറുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ചിന്തയും ജീവിത ശൈലികളും മറ്റുള്ളവരെ പോലെ അല്ല ദ്രോഹങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് അവർക്കൊക്കെ അങ്ങനെ തോന്നാറുള്ളത്. കാരണം ഹൃദയങ്ങളെ മറ്റുള്ള പേരുടെയും കാണാറില്ല. കാരണം നമ്മളൊക്കെ ഹൃദയങ്ങളെ കാണാറുണ്ട്, സ്വപ്നങ്ങളെ കാണാറുണ്ട്, ചിന്തകളെ സ്വപ്നങ്ങളെ ഒക്കെ അറിയാറുണ്ട്. അതിനെ അവരുടേതൊന്നും നമ്മൾ എടുക്കാറില്ല. എങ്കിലും കിട്ടും നമ്മുടേത് അവർക്ക് വിടുമെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നമ്മളെത്തുമ്പോൾ അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ പറയാറുമുണ്ട്, എടുക്കാറുമുണ്ട്. അതിൽ മറ്റുള്ള രോഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. എന്തായാലും വരും കാലങ്ങളിൽ അടുത്ത എപ്പിസോഡുകളിലേക്ക് ജുബിലിയൻസിന് ഇനിയും സമയം ഒരുപാട് പോകേണ്ടത് കൊണ്ടും ഡാറ്റകളുടെ മറ്റുള്ള ചാർജസ് കൊണ്ട് ഞാൻ താൽക്കാലികമായിട്ട് 1-2 ഇനി വരും എപ്പിസോഡുകൾ ഒരുപാട് ഗാനങ്ങളോ സോങ്ങുകളോ അതേപോലെ കുക്കിംഗ് പ്രോഗ്രാമുകളോ അതേപോലെ ആക്ടിവിറ്റികളോ അതേപോലെ ബ്ലോഗേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റികൾ ഒരുപാട് പ്രോഗ്രാമുണ്ട്. അത് ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ അവസ്ഥയിൽ ജനങ്ങളുടെ ഹൃദയങ്ങളെയൊക്കെ ജാതി മതം വൽക്കീകരിച്ചു അതേപോലെ പണമൊക്കെ കൊടുത്തുകൊണ്ട് മറ്റു മനുഷ്യനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള നല്ല വലിയ ബ്ലോഗേഴ്സൊക്കെ നമ്മളെപ്പോലെ സാധാരണപ്പെട്ട ബ്ലോഗേഴ്സ് നശിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ചാനലുകൾ കാരണം നമുക്ക് ജനങ്ങളോടുള്ള സപ്പോർട്ടുകൾ ഇല്ലാണ്ട് അവർക്ക് ആകാൻ വേണ്ടിയിട്ടും ഒക്കെ ചെയ്യാനും ഒക്കെ എടുക്കാനും വേണ്ടിയിട്ട് പണമൊക്കെ കൊടുത്ത് ഒരുപാട് സ്വാധീനിച്ചിരിക്കുന്ന ഒരു സമയമാണ്. നമ്മളെപ്പോലുള്ളൊരു വേറെ ഷൂട്ടിങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കുള്ള സപ്പോർട്ടുകൾ കുറഞ്ഞേക്കാം എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ബീച്ച് അങ്ങനെയുള്ള ടൂറിസ്റ്റ് മേഖലയിലോട്ട് നമ്മൾ ഇടാതെ ഇങ്ങനെ സാധാരണ ലെവലിൽ നമ്മൾ കറങ്ങുന്ന കൂട്ടത്തിലുള്ള ഷൂട്ടുകളൊക്കെ എടുക്കുന്നതും ഇതേപോലെ ഇതിനകത്തിലോട്ട് അതിൻ്റെ ലോഡാക്കാൻ നോക്കുന്നത് ഹാക്കാണ്. അതേപോലെ ബോട്ടുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകളാണ്. അതേപോലെ മറ്റുള്ള നൂതന സാങ്കേതിക വിദ്യകൾ കൊണ്ട് നമ്മളിങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകളെ നല്ല പ്രോഗ്രാം യൂട്യൂബിനും ഫേസ്ബുക്കിനും വേണ്ടിയിട്ടൊക്കെ ഉത്ഭവിച്ചെടുക്കണം. എന്തായാലും വരും എപ്പിസോഡുകൾ നിങ്ങൾ അതിൻ്റെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ ലൈക്ക് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ എന്തായാലും ഞാൻ ഈ ഒരു സന്ദർഭങ്ങളിൽ ഈ ഒരു പുലർക്കാല രാവിലെ അല്ലെങ്കിൽ ഈ രാവിലെ ഞാൻ ഈ പ്രോഗ്രാം താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഗോപകുമാർ.